H1B വിസ ഫീസ് 88 ലക്ഷം. ഇന്ത്യൻ യുവാക്കളുടെ സ്വപ്നങ്ങൾ തകർന്നു വീഴുമ്പോഴും കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുന്നു. അമേരിക്കയുടെ പുതിയ തീരുമാനപ്രകാരം H1B വിസയുടെ അപേക്ഷാ ഫീസ് 22 ഇരട്ടിയായി ഉയർത്തിയിട്ടുണ്ട്. നേരത്തെ പരമാവധി 4 ലക്ഷം രൂപയായിരുന്ന ഫീസ് ഇപ്പോൾ 88 ലക്ഷം രൂപയായി. വിദേശത്ത്, പ്രത്യേകിച്ച് അമേരിക്കയിൽ ജോലി നേടാൻ വർഷങ്ങളായി തയ്യാറെടുപ്പുകൾ നടത്തുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് ഇതിലൂടെ ഗുരുതര തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ IT മേഖലയിൽ വിദേശ തൊഴിലാളികൾക്ക് വലിയ പങ്കുണ്ടെങ്കിലും അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ പേരിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വദേശികൾക്കാണ് മുൻഗണന നൽകുന്നത്. അതിനാൽ ഇന്ത്യക്കാരുടെ പ്രവേശനം നിയന്ത്രിക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴത്തെ ഈ കഠിന നടപടി. ഇന്ത്യക്കാരാണ് H1B വിസയുടെ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ. പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് യുവാക്കളാണ് അമേരിക്കൻ തൊഴിൽ വിപണിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ വിസയുടെ അപേക്ഷാ ഫീസ് ഇങ്ങനെ കുത്തനെ ഉയർത്തിയപ്പോൾ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്കും തൊഴിൽ തേടുന്നവർക്കും അമേരിക്കയിലെ അവസരങ്ങൾ സ്വപ്നമാവുകയാണ്. ഈ തീരുമാനത്തോട് പ്രതികരിക്കാനോ ഇന്ത്യക്കാരുടെ പ്രശ്നം പരിഹരിക്കാനോ അമേരിക്കയുമായി ശക്തമായ ഇടപെടലുകൾ നടത്താനോ കേന്ദ്ര സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വിദേശത്ത് തൊഴിലവസരം തേടുന്നവർ നേരിടുന്ന ദുരിതങ്ങളെക്കുറിച്ച് ഇന്ത്യയുടെ വിദേശ നയം കണ്ണടച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ പല മേഖലകളിലും തൊഴിലവസരം കുറഞ്ഞ സാഹചര്യത്തിലാണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് പോവുക എന്നത് യുവാക്കളുടെ ഏക ആശ്രയമായിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അമേരിക്ക തന്നെ വാതിലടയ്ക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ തന്ത്രപരമായ പരാജയം കൂടുതൽ തെളിഞ്ഞു കാണുകയാണ്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.